ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓണോ അമ്മ ഇവിടുന്ന്. ഇന്ന് തലനാരിഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടെന്ന് ഉറപ്പ് പറയാനും വയ്യ. ഞാൻ ഇവിടുത്തെ കാറിലാ കയറി വന്നേന്ന് നരേന്ദ്രൻ കണ്ടുവന്ന് സംശയമുണ്ട്. കണ്ട് കാണില്ല എങ്കിൽ ഇതിനോടകം തന്നെ അയാൾ ഇവിടെ എത്തിക്കാണും. ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയിലായിപ്പോ. അങ്ങനെ പിടിക്കപ്പെട്ടാ നമ്മളെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഈ വീട്ടിലുണ്ട്. രമ മാഡത്തിന് മുമ്പിൽ അവര് കുറ്റക്കാരാവും. നമ്മുടെ പ്രശ്നങ്ങള് മറ്റൊരാളുടേത് കൂടി ആവണ്ട. എവിടേക്കെങ്കിലും പോവാം. എങ്ങോട്ടെന്നില്ലാതെ രായ്ക്ക് രാമാന് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോ രക്ഷകനെ പോലെ ഇവിടുത്തെ ഡ്രൈവർ മഹി വന്നില്ലേ? ഇന്നും അതേപോലെ സാറും മഹിയും രക്ഷയ്ക്കെത്തി. എപ്പോഴും അതുണ്ടാവില്ലല്ലോ. എന്തായാലും നമ്മൾ ഒരു ദിവസം പിടിക്കപ്പെടും. അതിപ്പോ വേണ്ട. ചെയ്യാത്ത കുറ്റത്തിനാ നമ്മളിപ്പോ പേടിച്ച് ജീവിക്കുന്നെ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം എന്തിനായിരുന്നുവെന്നും ആരാണ് അതിന് പിന്നിലെന്നും കണ്ടുപിടിച്ചാലേ നമ്മുടെ ഈ പേടി മാറ്റാനാവൂ. അത് കണ്ടുപിടിക്കും ഞാൻ. എനിക്കറിയണം സത്യം. എന്റെ കുടുംബത്തെ തകർത്തത് ആരായാലും അവരോടുള്ള പ്രതികാരം എന്റേതാ. എന്റേത് മാത്രം. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച ചേച്ചി എല്ലാം ആസൂത്രണം ചെയ്തത്. എന്നിട്ട് ഒറ്റകൾ രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ഇനി നീ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ ആദ്യം നിന്റെ മൂക്കിന്റെ താഴെ സ്റ്റൈലിൽ വെച്ചിട്ടുള്ള ആ പൂട എങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്ക്. നിന്റെ ഈ ധൈര്യത്തിനും കാര്യപ്രാപ്തിക്കും നിനക്ക് ചേരില്ല അത്. 50 വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള ഒരു കിഴവൻ, 44 വയസ്സുള്ള ഒരു സ്ത്രീ, 21 വയസ്സ് മാത്രമുള്ള ഒരു സാധാരണ പെൺകുട്ടി. ഇവരെ പിടിക്കാൻ നീയും നിന്റെ കുറെ കിങ്കരന്മാരും ഒരു വടിയോ കല്ലോ എടുത്തിട്ട് അയാളുടെ മണ്ടയ്ക്കൊന്ന് കൊടുത്തിട്ട് അവളെയും കൊണ്ട് വരാനുള്ളതിന് ചേസിങ്ങും ഫൈറ്റും അവസാനം മിസ്സിങ്ങും. വേറെ വല്ലതും പണിക്കും പോടാ. ഞാൻ പറഞ്ഞില്ലേ അവന്മാരവളെ പിടിച്ചതാ. അവരുടെ വിളി കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ അവന്മാരൊക്കെ തല്ലുകൊണ്ട് കിടക്കുമായിരുന്നു. നിന്റെ സഹായികളെയൊക്കെ അവള് തല്ലിയെന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ആ കാര്യത്തില് എനിക്ക് സംശയമുണ്ട്. ഒരു നരുന്ത പെണ്ണിന്റെ തല്ലും കൊണ്ട് ബോധം കെടുന്നവരെയും കൊണ്ടാണോടാ നീ ആ മണിമാല സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങിയത്?